നമസ്കാരം, ടി ജെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് വീഡിയോ എടുക്കാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ തൊട്ട് മുമ്പ് ഞാനൊരു ഷോർട്സ് ഇട്ടായിരുന്നു. അപ്പോൾ ആ റീൽസ് കണ്ടിട്ട് ഏകദേശം 1,40,000 പേരോളം ആ റീൽസ് കണ്ടു. എൻ്റെ ആദ്യമായിട്ടാണ് റീൽസ് 1,00,000 പേരിൽ മേലെ കാണുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ കമൻറ്റ് വന്നു. കമൻറ്റിനകത്തെന്ന് പറഞ്ഞാൽ വിരയ്ക്കുള്ള മരുന്ന് എങ്ങനെ കൊടുക്കാം എന്നതിനെ പറ്റിയിട്ട് ഒരു നല്ലൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കമൻറ്റ് കുറച്ച് വായിക്കാം. അതിൽ പ്രമോദ് ചേട്ടൻ കമൻറ്റ് ഇടുന്നു, ചേട്ടൻ ഈ പറഞ്ഞതൊക്കെ ചെയ്യാൻ പട്ടി സമ്മതിക്കണ്ടേന്ന് ചോദിച്ചു. നമ്മളൊരു വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെങ്കിൽ നമ്മൾ പറയുന്നത് അനുസരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയാണ് വളർത്തേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇഷ്ടത്തിന് അങ്ങ് വിടുകയല്ല, നമ്മുടെ ഇഷ്ടത്തിന് അതിനെ വളർത്തുവാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഒരു ജാസ്മിൻ ചേച്ചി വിളിഞ്ഞു, അതിൻ്റെ അടുത്ത് നടക്കും. ഞങ്ങളുടെ ജിമ്മിയാണെങ്കിൽ കയ്യിൽ ഗുളിക ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ പുള്ളി കലിപ്പാകുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ മുമ്പേ എൻ്റെ അടുത്ത് കടിക്കുന്ന ലാബ് ഇവിടെ കണ്ണൂർ ജില്ലയിലുള്ളവർക്കറിയാം. ഇവിടെ ക്രോസ് ചെയ്യാൻ വന്ന 5-6 പേരെ പട്ടി കടിച്ചതാണ്. ഞാൻ പറഞ്ഞു എൻ്റെ തലയിൽ തൊടല്, എൻ്റെ ലക്കി ഉണ്ടായിരുന്നു, ടൈഗർ ഉണ്ടായിരുന്നു, ഇന്നൊന്നും തൊടല് തലയിൽ കടിക്കും എന്ന് പറഞ്ഞിട്ട് ലാബല്ലേ കടിക്കുമോ എന്നുള്ളൊരു ഇതിൽ തൊട്ട് കടി വാങ്ങിച്ച ടീമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. 5-6 പേർക്ക് ഇവിടുന്ന് കടി കിട്ടിയിട്ടുണ്ട്. അല്ലാതെ തന്നെ പുറമെ കടി കിട്ടിയവരും ഉണ്ട്. അപ്പം കടിക്കുന്ന പട്ടിയാണെങ്കിലും എന്താണെങ്കിലും എന്ന് വെച്ചാൽ ഓണറെ കടിക്കൂല. എന്ത് കടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വളർത്തുന്നതിൻ്റെ കുഴപ്പമാണ്. വളർത്തുന്നതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ കയ്യിൽ നിന്ന് ഫുഡ് എടുത്ത് കൊടുത്ത് അങ്ങനെ വളർത്തിയെടുക്കണമായിരുന്നു ചെറുപ്പത്തിൽ. എത്രപ്പോൾ ഞാൻ ലക്കിനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ലക്കിനെ വലുതാകുമ്പോഴെ കൊണ്ടുവന്നപ്പോൾ നല്ല ടെമ്പറായിരുന്നു, എല്ലാമായിരുന്നു. ഞാൻ നല്ല അടി കൊടുത്ത് തന്നെ അതിനെ ക്ലിയറാക്കി. പിന്നെ പിള്ളേരെ ചെവിയെ പിടിച്ച് വലിച്ചാലും എന്ത് തൂങ്ങിക്കിടന്ന് കളിച്ചാലും എൻ്റെ പിള്ളേരൊക്കെ അപ്പം ചെറുതായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടിട്ടും ഈ പട്ടിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പിള്ളേരോട് ഭയങ്കര ഒരു സ്നേഹവും അനുസരണയായിരുന്നു ഇതിനെ കൊടുക്കുന്നവരെ പട്ടിക്ക്. പിന്നെ അതിൻ്റെ അടിയിലേക്ക് കണ്ടു തിളക്കത്തിൽ ജഗതി ദിലീപിന് ഗുളിക കൊടുക്കുന്ന സീൻ ഓർമ്മ വരുന്നു. കടിക്കുന്ന പട്ടിക്ക് ടെക്നിക്ക് അടുത്ത വീഡിയോയിൽ ഇടണേ. പാവം ഡോഗ് ആയതുകൊണ്ട് സിമ്പിൾ, നമ്മുടെ ഡോഗ് ആണെങ്കിൽ എപ്പം കടി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി എന്നൊക്കെയുള്ള വീഡിയോ ആണ്. ഇതിനേക്കാൾ എളുപ്പം വല്ല ബിസ്ക്കറ്റിലോ കേക്കിലോ 2 തുള്ളി വെള്ളവും ചേർത്ത് പൊടിച്ച് തേച്ച് കൊടുക്കുന്നതാണ്. അങ്ങനെയുള്ള കമൻറ്റുകളാണ്. എൻ്റെ വീട്ടിൽ ലാബ് ഉണ്ടായിരുന്നു, അവന് പെഡിഗിരി ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ പെഡിഗിരിക്കകത്ത് ഗുളിക കൊടുത്ത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കൊടുക്കുന്നത്. ചിലർ പാലിനകത്ത് പൊടിച്ച് കൊടുക്കും. പക്ഷേ ഇങ്ങനെ ഡയറക്റ്റ് കൊടുക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് ഡോഗിനെ എന്ത് ചെയ്താൽ നമ്മൾ ഈ മറ്റേ വേറെ സാധനങ്ങളോട് മിക്സ് ആക്കിയിട്ട് കൊടുക്കുമ്പോൾ കിട്ടില്ല. നമ്മളിപ്പോൾ ഒരു വിരക്കുള്ള മരുന്ന് കൊടുക്കുമ്പോൾ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ മുമ്പേ ഭക്ഷണമൊന്നും കൊടുക്കാതെ ഇത് കൊടുക്കും. അത് കഴിഞ്ഞ് 2 മണിക്കൂറും കൂടെ കഴിഞ്ഞിട്ടിട്ട് പിന്നെ ഭക്ഷണം കൊടുക്കുള്ളൂ. അങ്ങനെ കൊടുക്കുമ്പോഴുള്ള എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു 1.5 മാസത്തേക്ക്, നമുക്ക് ഓറൽ സെക്ഷനിൽ 3 മാസമാണ് പറയുന്നത്. പക്ഷേ നമ്മളൊരു 1.5 മാസം കൂടുമ്പോഴെങ്കിലും കൊടുക്കണം. അതാണ് ഏറ്റവും നല്ലത്. ലാഭ മുതലാളി എല്ലാവരും എന്നെ പോലെ പാവമല്ല. നമ്മുടെ നാടൻ നായ്ക്കൾ നമ്മൾ കഴിക്കും പോലെ കഴിക്കും, വാ തുറക്കാൻ പറഞ്ഞാൽ തുറക്കും. അപ്പോൾ ഇങ്ങനെ കുറേ ഉണ്ട്. ചിലരൊന്ന് ശ്വാസകോശത്തിൽ പോകാൻ എളുപ്പം ഇത്തിരി വെള്ളം പൊടിച്ച് സിറിഞ്ചിൽ അത്താക്കി വായിൽ അരികെ ചേർത്ത് കൊടുക്കണം. അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ കടിക്കുന്ന പട്ടിയുടെ കാര്യമാണ് ആളുകൾ ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കണം. വായി കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, കടിച്ചു പോയാൽ പണി കിട്ടും. ഇങ്ങനെ കുറേ കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് മരുന്ന് കൊടുക്കുന്ന ഇപ്പോൾ വീഡിയോ ഒന്നും കൂടെ വൃത്തിക്ക് ഞാൻ പറഞ്ഞു. അപ്പോൾ കുറേ പേര് പേഴ്സണലായിട്ട് എന്നെ വിളിച്ചായിരുന്നു. അപ്പം എല്ലാവർക്കും ഇത് ശരിക്കും വ്യക്തമായിട്ട് കാണണം. പിന്നെ ഈ ഡോഗിന് വിരക്കുള്ള മരുന്ന് കൊടുക്കുന്നത്, പിന്നെ അതിനെ പറ്റിയിട്ട് ഞാനപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ള 4 മെയിൽസ്, 2-3 ഫീമെയിൽസ്, പിന്നെ കുഞ്ഞുങ്ങളുണ്ട്. ഒരു 4 മാസമായ കുഞ്ഞുങ്ങൾ 3 എണ്ണം ഉണ്ട്. അതിനൊക്കെ വീഡിയോ അതിനൊക്കെ വിരക്കുള്ള മരുന്ന് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിൽ. അപ്പോൾ മെയിനായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് 1,00,000 പേര് കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കമൻറ്റുകൾ ഇഷ്ടം പോലെ വന്നു. അങ്ങനെ എല്ലാവരും സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ വിജയിച്ചു പോകും. ഇത് ഓറസ് എക്സൽ എന്ന് പറഞ്ഞ ഗുളികയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു പാക്കിനകത്ത് 10 എണ്ണം വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 കിലോ പ്ലസ് ഉള്ള പട്ടിക്ക് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു 45 കിലോ ആണെങ്കിൽ ഈസി പെറ്റിൻ്റെ 10 കിലോയുടെ ഒരു ഗുളികയും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ആക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കും. ഞാൻ 1 മാസം മുമ്പ് കൊടുത്തതാണ്. അപ്പോൾ ഒന്നും കൂടെ കൊടുക്കുവാണ്. അപ്പോൾ ഇതാണ് ഗുളിക. ഇതിനകത്ത് 10 ഗുളികയാണ് ഇങ്ങനെ വരുന്നത് ഒരു സ്ട്രിപ്പിനകത്ത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അപ്പോൾ ഈ ഗുളിക പൊട്ടിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ സാധനം. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗിനെ ഇങ്ങനെ
നമ്മൾ പിടിക്കുമ്പോൾ വാ ഇങ്ങനെ തുറക്കും. നമ്മൾ എങ്ങനെ ഏത് രോഗമാണെങ്കിലും ഇപ്പം നമ്മളിപ്പം പിടിച്ചു കഴിഞ്ഞാൽ ഇത് വായിൽ സൈഡിൽ പിടിച്ചു കഴിഞ്ഞാൽ വാ തുറക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാക്കിലേക്കിട്ട് വിരൽ പതുക്കി ഇറക്കി കണ്ടോ, നാക്കൊന്ന് പുറത്തിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇവൻ കണ്ടോ ഇവൻ്റെ ഗുളിക ഇറക്കി കൊടുത്തു കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ സംഭവം. ഇത് ഏത് കടിക്കുന്ന പട്ടിയാണെങ്കിലും ഞാൻ ഇങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ 3 ഇന്ത്യൻ ചാമ്പ്യൻ വേണ്ട, ഇന്ത്യൻ ചാമ്പ്യൻ ഓസ്കാർ, ഇന്ത്യൻ ചാമ്പ്യൻ ചാർക്കോൾ, ഇന്ത്യൻ ചാമ്പ്യൻ BIS, ഇന്ത്യൻ ചാമ്പ്യൻ ചിന്നാർ സ്ലാങ്ങർ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 വർഷത്തിനിടയ്ക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും പട്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫീമെയിൽ ആണെങ്കിൽ 10-25 ഫീമെയിൽ അടുത്തുണ്ടായിരുന്നു. അതേപോലെ മെയിൽസ് തന്നെ 6-7 മെയിൽസ് ഉണ്ടായിരുന്നു. അപ്പം ഈ സമയത്തൊക്കെ ഞാൻ പട്ടിക്ക് ഗുളിക കൊടുത്തുകൊണ്ടിരുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു. ഞാനിങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വരെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത് ഗുളിക. പിന്നെ മറ്റേ ലിക്വിഡ് ആകുമ്പോൾ മാത്രം വായുടെ സൈഡിൽ കൂടെ ജസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു പട്ടിക്ക് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടി. അല്ല, ഞാനൊരു 3-4 ഡോഗ്സിനെ കാണിക്കുന്നു പറഞ്ഞില്ലേ, എല്ലാ ഡോഗ്സിനും വിരക്കുള്ള മരുന്ന് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവൻ്റെ പേര് ബിങ്കോ എന്നാണ്. ഇവനിപ്പോൾ 1 വയസ്സായിട്ടുള്ളൂ. പക്ഷേ ഇവൻ കടിക്കുന്ന പട്ടിയാണ്. നല്ല ടെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടെമ്പറാണ്. എന്നുവെച്ചാൽ അപ്പോൾ ഇത് നമ്മുടെ ഓസ്കാറിൻ്റെ കുട്ടിയുടെ കുട്ടിയാണ്. അതേപോലെ BIS ഇന്ത്യൻ ചാമ്പ്യൻ ചിന്നാർ സ്ലാങ്ങറിൻ്റെ കുട്ടിയുടെ കുട്ടിയായിട്ട് വരും. അപ്പോൾ ഇത് വരുന്നത്. അപ്പോൾ ക്രോസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയുക, ഇപ്പോൾ മൃഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിനും ഭയങ്കര അഗ്രഷനാണ്. പൂച്ച, പട്ടികളാണെങ്കിൽ തന്നെ പുറമേ നിന്ന് വരുന്ന പട്ടികളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ ഇവന് ഭയങ്കര ടെമ്പർമെൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിന് ഇപ്പം എന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ പോലെ എന്നാ പറയുക, ഒരു ഹൈപ്പറാണ് മെയിൽ ഫുൾ ടൈം. അപ്പോൾ ഇവന് ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ റോട്ടിന് കൊടുക്കുന്ന അതേ സിമ്പിളാണ്. ഞാൻ റോട്ടിന് മുമ്പിൽ ആദ്യം റോട്ടുള്ള സമയത്ത് ഡോർമുള്ള സമയത്തൊക്കെ അതേ ഒരു സ്വഭാവമാണ് ഇവന് വരുന്നത്. ഇവന് കൊടുക്കുന്നത് ഇവന് വിരയ്ക്കുള്ള മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പടപ്പുള്ള സാധനമാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ കയറ് ഒന്ന് ജസ്റ്റ് അങ്ങ് ചവിട്ടി പിടിക്കും. അപ്പോൾ അതൊരിടത്തും പോവില്ല. അപ്പോൾ നമ്മൾ വിരയ്ക്കുള്ള മരുന്ന് എടുത്തിട്ട് ഉണ്ടോ, ഇവൻ്റെ വാ തന്നെ എന്ന് പറഞ്ഞാൽ വലിയ വായാണ്. അപ്പോൾ ജസ്റ്റ് ഇറക്കി. അപ്പോൾ വിരയ്ക്കുള്ള മരുന്ന് ഇത് കണ്ടോ, വാ തുറന്നാൽ അതിനകത്തൊന്നുമില്ല കണ്ടോ. അപ്പോൾ ഇപ്പം കടിക്കുവാണെങ്കിൽ തന്നെ അവൻ്റെ ചൊടിക്കേ കടിക്കുള്ളൂ കണ്ടോ, അതിനകത്തൊന്നുമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ സിമ്പിൾ കേസ് ഡോഗിന് വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ ഈ അടുത്ത നമ്മുടെ കോഫിയിൽ കൊടുക്കുന്നത് കാണിച്ചു തരാം. എങ്ങനെയാണ് കോഫിക്ക് വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കുന്നതെന്ന് കൂടെ കാണിച്ചു തരാം ഞാൻ. ഇത് ഇവൻ്റെ പേര് കോഫി എന്നാണ്. ഇവനും നല്ല ടെമ്പറാണ്. നല്ല ടെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്രോസ് ചെയ്യാൻ വന്ന 2 പേരെ ഇവൻ കടിച്ചതാണ്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചോക്ലേറ്റിൽ ഏറ്റവും ഹെവി മെയിലാണ് ഈ കണ്ണൂർ ജില്ലയിലുള്ളതിൽ. അപ്പോൾ ഇവൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല പ്രൊഡ്യൂസിങ് ആണ്. എന്ന് വെച്ചാൽ ഓസ്കാറിൻ്റെ കുട്ടിയാണ് അമ്മ വരുന്നത്. ഇവൻ്റെ അമ്മയുടെ ആ ലൈൻസ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബമ്പം, നമ്മുടെ ബ്രേവ്, ഇന്ത്യൻ ചാമ്പ്യൻ ബ്രേവ്, പിന്നെ ആ ലൈൻസിൽ വരുന്നതാണ്. പിന്നെ അപ്പം വരുന്നത് നമ്മുടെ BISS ഇന്ത്യൻ ചാമ്പ്യൻ ചിന്നാർ സ്ലാങ്ങർ, അത് കോമ്പാറ്റ് മെയിലാണ്. പക്ഷേങ്കിൽ ഇവൻ നല്ല ഹെവിയിലാണ് ഇവൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവന് വിരക്കുള്ള മരുന്ന് കൊടുക്കുന്നതാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ആയാറിനാണ് ഇവൻ ഇത്ര ഒതുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ പിള്ളേരുടെ അടുത്താണെങ്കിൽ ഭയങ്കര പടപ്പും ഭയങ്കര ഇതാണ്. പക്ഷേ ഇവന് ഇപ്പോൾ 55 കിലോ ബോഡി വെയിറ്റ് ഉള്ള കാരണം പിള്ളേരെയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പിള്ളേരൊക്കെ മറിഞ്ഞു പോകും. അതേപോലെ തന്നെ ഇവനെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മെയിൽസിനെയൊക്കെ കൂടെ അഴിച്ചു വിടുമ്പോൾ ഇവൻ്റെ തട്ട് കിട്ടിക്കഴിയുമ്പോൾ എല്ലാം തെറിച്ച് പോകുന്നൊരു ഇതാണ്. അപ്പോൾ അത്ര ഹെവിയാണ് ഇവൻ വരുന്നത്. അപ്പോൾ ഇവൻ്റെ വായിക്കാത്ത എൻ്റെ കൈ എന്ന് പറഞ്ഞാൽ അശുവായിരിക്കും. എന്ന് വെച്ചാൽ ആനവാഴി അമ്പഴങ്ങ എന്ന് പറഞ്ഞ അവസ്ഥയിലായിരിക്കും എൻ്റെ കൈ വരുന്നത്. അപ്പോൾ ഇവന് കൊടുക്കുന്നത് കാണിച്ചില്ലേ. അപ്പോൾ ഇതിൻ്റെ നിൽക്കുക, ഇതിൻ്റെ കൈ വായിക്കാത്ത എൻ്റെ ഫുള്ള് വിരൽ പോവും കണ്ടോ, ഇറക്കി കണ്ടോ. അപ്പം ഇതിനകത്ത് ഗുളികയില്ല. അപ്പം നാക്കൊന്ന് താട്ടേക്കിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ വിര ഗുളിക ഉള്ളിലിറങ്ങി. ഇത്ര സിമ്പിളാണ് വിരക്കുളം മരുന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ഈ ഡോഗിനെ പേടി ഉള്ളത് കാരണമാണ് അവർക്ക് കടിക്കുമോ എന്നൊരു ചിന്ത വന്നു പോയോ പിന്നെ അവർക്ക് കടിക്കുമെന്നായിരിക്കും. അപ്പോൾ നമുക്ക് വായിൽ കൈയിടാൻ ധൈര്യം ഉണ്ടെങ്കിൽ
ധൈര്യമായിട്ട് ഇടാം. അപ്പോൾ എനിക്ക് കടി കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിലൊക്കെ എന്ന് വെച്ചാൽ ഇതെല്ലാം പട്ടിയുടെ കടി കിട്ടിയ പാടുകളാണ് കയ്യിലൊക്കെ ഉള്ളത്. അപ്പോൾ കടി ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതൊക്കെ കടിക്കൂലെന്ന് എനിക്ക് 100% ഉറപ്പ്. എന്ന് വെച്ചാൽ ഞാനിത് ചെറുപ്പം തൊട്ട് ഒരു മാസമല്ല ഉണ്ടായപ്പം തൊട്ട് എൻ്റെ കയ്യിൽ കടന്ന് വളർന്ന മെയിലാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ നല്ല വൃത്തിക്ക് നമ്മളൊരു ഇഷ്ടത്തിൽ അടിക്കേണ്ടടുത്ത് അടിക്കുകയും ചെയ്യണം, സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കുകയും ചെയ്യണം. അങ്ങനെ വളർത്തുവാണെങ്കിൽ ഇതിനൊരു പ്രശ്നമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അഴിച്ചു വിടുമ്പോൾ ഇത് താഴോട്ടേക്ക് തോട് വരെ ഒരു 200 മീറ്റർ നീളമുണ്ട്. അവിടം വരെ 200 മീറ്റർ അപ്പുറത്താണെങ്കിൽ ഇപ്പോൾ ഇവനെ കോഫി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ വരും. എന്ന് വെച്ചാൽ എന്നാ പറയുക, ആ ഒരു നമ്മളായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആണത്. പിന്നെ ഈ സമയത്ത് പുറമേ നിന്നൊരാളാകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വീട്ടിലുള്ളവരോട് ഇവന് കുഴപ്പമില്ല. പക്ഷെ പുറമേ ഉള്ള ആളോട് ഈ പറയുന്ന സ്വഭാവമൊന്നുമല്ല ഇവനെന്ന് പറഞ്ഞാൽ എന്നാ പറയുക, അപ്പം മുതുകൊക്കെ ഇവിടുന്ന് അങ്ങ് പൊന്തും, മുതുകൊക്കെ ഇങ്ങ് പൊന്തും. പിന്നെ അതേപോലെ തന്നെ പല്ലൊക്കെ ഇളിച്ചിങ്ങ് വരും. അപ്പോൾ വേറൊരു സ്വഭാവത്തിലേക്ക് വന്നു ഇവൻ്റെ. അപ്പോൾ നമുക്ക് ഇനി കുഞ്ഞുങ്ങൾക്ക് 2-3 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ 3 മാസം പ്രായമായ കുഞ്ഞുങ്ങൾ, 4 മാസം പ്രായമായ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവർക്ക് അതൊക്കെ മരുന്ന് കൊടുക്കുന്നതും കൂടെ കാണിച്ചു തരാം. ഡെല്ലുവിനെയും കൂടെ, ഡെല്ലു അല്ല ചന്ദ്രനെയും കൊടുത്തോ. ഇത് 4 മാസമായ ഒരു കുഞ്ഞാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ചാമ്പ്യൻ ഓസ്കാറിൻ്റെ കുട്ടിക്കകത്ത് ഇന്ത്യൻ ചാമ്പ്യൻ ചാർക്കോൾ ക്രോസ് ചെയ്തിറങ്ങിയ കുഞ്ഞാണ്. അപ്പോൾ ഇവളുടെ പേര് നീലി എന്നാണ്. അപ്പോൾ 3 എണ്ണം ഉണ്ട്. ഇതിൻ്റെ കൂടെ ടാർസൻ്റെ 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അതിന് ഒന്ന് ഡെലലു, ഒന്ന് ചന്ദ്ര, അങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നീലിക്കെന്ന് പറഞ്ഞാൽ നീലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നീലിക്കെന്ന് പറഞ്ഞാൽ നല്ല ഹെയറാണ്. പിന്നെ അതേപോലെ തന്നെ നല്ല ടെയിൽ സെറ്റപ്പും ബാക്കിയെല്ലാം നല്ല സെറ്റപ്പിലാണ്. അപ്പോൾ ഇപ്പം തന്നെ നല്ല അനുസരണയായി നമ്മളിപ്പോൾ അഴിച്ചു വിട്ട പുറത്ത് പോയി തൂറിയിടുള്ള ആപ്പിയിടുള്ള എല്ലാ കാര്യങ്ങളും ഫുൾ ട്രെയിനഡായി നീലി. അപ്പോൾ നീലിക്ക് വിരക്കുള്ള മരുന്ന് കൊടുക്കുന്നതാണ് അടുത്ത കാണിക്കുന്നത്. അപ്പോൾ നീലി ഇപ്പോൾ 4 മാസം കൊണ്ട് ഏകദേശം 20 കിലോ തൂക്കമായി. അപ്പോൾ നമ്മൾ ഇവൾക്ക് കൊടുക്കുമ്പോൾ 10 കിലോയുടെ 2 ഗുളികയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഗുളിക 2 എണ്ണം ഒന്നിച്ച് തന്നെ കൊടുക്കാം. അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞിക്ക്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് കാണിച്ചില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ തുറക്കുക ജസ്റ്റ്. അപ്പോൾ വേണമെങ്കിൽ ഇതാകുമ്പോഴത്തേക്ക് ഇങ്ങനെ വിരൽ വേണേൽ വെക്കാം. അപ്പോൾ അണ്ണാക്കിലേക്ക് ഇട്ടു, കണ്ടോ, ഇറക്കി, അത്രേ ഉള്ളൂ. വരയ്ക്കണം. ഇത് നമുക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നുമില്ല, കണ്ടോ, പല്ലൊന്നും ആയില്ല. ഇവിടെയൊക്കെ ഗ്യാപ്പാണ്, കണ്ടോ. കുഞ്ഞിനെ നമുക്ക് തിരിയുമ്പോൾ പ്രായം നോക്കുന്നത് വെച്ചാൽ ഈ പല്ലിൻ്റെ ഗ്യാപ്പും ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഈ കുഞ്ഞിൻ്റെ പ്രായം നോക്കുന്നത്. അപ്പം ചിലവർ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ശ്വാസകോശം പോവില്ലേ, അങ്ങനെ പോവില്ല എന്നൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ ശ്വാസകോശം വേറൊരു വഴിക്കാണ്, വേറൊരു വഴിക്കാണ്. അപ്പോൾ ഇതിങ്ങനത്തെ ഒരു പ്രശ്നമേ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നവും വരില്ല. ഞാനിപ്പോൾ ഇതുവരെയായിട്ട് കൊടുത്തിട്ട് ഒരു പട്ടിക്കും ഒരു പ്രശ്നവും ഇതുവരെ വന്നിട്ടുമില്ല. ഇവളുടെ പേര് ചന്ദ്ര എന്നാണ്. ഇപ്പോൾ ഇവൾക്ക് 4 മാസം കഴിഞ്ഞ് 4.5 മാസം ആകാൻ പോകുന്നു. അപ്പോൾ ഇവള് നമ്മുടെ ഓസ്കാറിൻ്റെ കുട്ടിക്കകത്ത് ടാർസൻ, നമ്മുടെ ചാർക്കോളിൻ്റെ കുട്ടി ക്രോസ് ചെയ്തിറങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ആദ്യം നല്ല ഫോക്സ് റെഡ് കളറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം തെളിഞ്ഞ് വരുന്നുണ്ട്, കളർ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് കളർ അങ്ങനെ ആയി വന്നു. അപ്പോൾ ഇവള് എന്ന് പറഞ്ഞാൽ നല്ല അഗ്രസീവാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ നല്ല കൊരാന്ന് പറഞ്ഞാൽ നല്ല കൊരയാണ്. പക്ഷേ പുറത്തിറക്കുമ്പോൾ പേടിയുണ്ട്. മറ്റേ ഇതിനെ പോലെയല്ല, ഇതിനെ പുറമേ നിന്നുള്ള ആൾക്കാരെയും ബാക്കിയുള്ളവരെയൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ നമുക്ക് ഇവൾക്ക് വീഡിയോ എടുക്കുന്നതും കൂടെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഈ വീഡിയോ ഷോർട്ടാക്കുവാണ്. അപ്പോൾ നല്ല ലോങ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്കൊരു മുഷിച്ചിലാവും. അപ്പോൾ ഇവൾക്ക് വീഡിയോ എടുക്കുന്നത് കാണിച്ചു തരാം. ഉണ്ടോ, ജസ്റ്റ് നമ്മൾ ഇവിടെ കൈ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ തുറക്കും. അപ്പോൾ അണ്ണാക്കിലേക്ക് ഇട്ടു, ഇറക്കിയില്ല. അപ്പോൾ നമ്മൾ നാക്കിൽ നിന്ന് തൊട്ട് കഴിഞ്ഞാൽ കണ്ടോ ഇറക്കി. അപ്പോൾ പ്രശ്നം തീർന്നു. ഇത്രേ ഉള്ളൂ വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കമൻറ്റ് എന്തോരം വരുന്നത് അത്ര നല്ലതാണ്. ഇപ്പോൾ അടുത്ത വീഡിയോയിൽ എന്താണ് ഉൾക്കൊള്ളിക്കേണ്ടതെന്നും കൂടെ നിങ്ങൾ പറയുവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മളൊരു വീഡിയോ കൂടെ ചെയ്യാം.
അപ്പോൾ എനിക്ക് കമൻറ്റിനെക്കാട്ടും കൂടുതൽ കോളാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഏകദേശം ഒരു 10-12 വർഷം കൊണ്ട് ഏകദേശം 1000 ചില്ലറ പപ്പീസിനെ കണ്ണൂർ ജില്ല കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പരിചയമുള്ളവരെല്ലാം ഫോൺ വിളിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ എനിക്ക് കുറച്ച് കമൻറ്റും ലൈക്ക് ചെയ്യുവാണെങ്കിൽ ലൈക്കും കമൻറ്റും എല്ലാം കൂടുതൽ കിട്ടും. കൂടുതൽ പേരും എന്നെ ഫോൺ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു 2 മണി തൊട്ട് 4:30 വരെ ഞാൻ ഫോൺ എടുക്കില്ല. ആ സമയത്ത് വീട്ടിൽ ഈ ഡോഗ്സിന് തീറ്റ കൊടുക്കൽ, അങ്ങനെ പശു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കലായിരിക്കും. അപ്പോൾ മൊബൈൽ കുത്തി വെക്കുമായിരിക്കും. ബാക്കി എല്ലാ സമയത്തും വിളിച്ചാലും കിട്ടും. പിന്നെ ചിലരുണ്ട് ഒരു 12 മണിക്കെല്ലാം വിളിക്കുന്നത് രാത്രിക്ക്. അന്ന് ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ ആരും ഇരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അടിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.